ആരാണ് ഇലോൺ മാസ്ക്? ഇലോൺ മാസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ സ്പേസ് എക്സിൻ്റെ ഉടമയാണ്. ഇന്ന് നമ്മൾ പറയുന്നത് ഇലോൺ മസ്കിൻ്റെ ജീവിത കഥയാണ്. നമ്മൾ ഇലോൺ മസ്കിൻ്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇലോൺ മസ്ക് ജനിച്ചത് സൗത്ത് ആഫ്രിക്കയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ഇലോൺ മസ്ക് നേരെ വലുതായപ്പോൾ ഇലോൺ മസ്ക് അമേരിക്കയിൽ പോയപാട് ഒരു പേപ്പാൽ പറഞ്ഞ സംഭവം ഉണ്ടാക്കി. ആ പേപ്പാൽ പറഞ്ഞ സംഭവം ഉണ്ടാക്കിയ മുതൽ ഇലോൺ മസ്ക് ലോകത്തിൽ പ്രശസ്തി നേടി. അങ്ങനെ അവിടുന്ന് ഇലോൺ മസ്ക് 2002 ഇലോൺ മസ്ക് സ്പേസ് എക്സ് എന്ന സ്ഥാപനം തുടങ്ങി. ആ സ്പേസ് എക്സ് എന്ന സ്ഥാപനം കുറേ പ്രാവശ്യം നമ്മുടെ റോക്കറ്റെല്ലാം തകർന്നു പോയി. പക്ഷേ എലോൺ മസ്ക് തോറ്റിട്ടില്ല. എലോൺ മസ്ക് എങ്ങനെയല്ലോ വിജയിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഇലോൺ മസ്കിന് മുമ്പേ കുറേ പൊളിറ്റിക്കൽ പവറെല്ലാം ഉണ്ടായിരുന്നു. ഇലോൺ മസ്കിൻ്റെ പരം പണിയെടുത്ത 10 പേരാണ് പേപ്പാൽ തുടങ്ങിയത്. ആ 2 പേർ ലിങ്ക്ഡ്ഇൻ ഉണ്ടാക്കി, 2 പേർ എയർബിഎൻബി ഉണ്ടാക്കി, 2 പേർ പേപ്പാൽ ഉണ്ടാക്കി, 2 പേർ x.com ഉണ്ടാക്കി. അങ്ങനെ അവർ ആ കമ്പനിയിലുള്ള എല്ലാവരും വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് ഉടമയായി. 2008 ഗ്രേറ്റ് റിസഷൻ ഇലോൺ മസ്കിനെ വല്ലാതെ ബാധിച്ചു. എല്ലാ കാർ കമ്പനിയും തകർച്ചയിലേക്ക് പോയി. ആകെ അമേരിക്കയിലെ 2 കമ്പനി മാത്രം തകർന്നിട്ടില്ല, ടെസ്ല ആൻഡ് ഫോർഡ്. ഒന്ന് എലോൺ മസ്കിൻ്റെ കമ്പനി മാത്രമേ തകരാണ്ടിരുന്നിട്ടുള്ളൂ. കാരണം എലോൺ മസ്ക് പിന്മാറിയിട്ടില്ല. ബാക്കി എല്ലാവരും തകരുമ്പോൾ എലോൺ മസ്ക് മാത്രം പിന്മാറാതെ മുൻപിൽ നിൽക്കും. എലോൺ മസ്കിൻ്റെ ടെസ്ലയുടെ ഉദ്ദേശം പെട്രോൾ ഇല്ലാതെ കറണ്ടിനെ കൊണ്ടുപോകുന്ന കാർ ഉണ്ടാക്കലാണ്. അതിന് എലോൺ മസ്ക് വിജയിച്ചു. അപ്പോൾ എല്ലാവരും തള്ളിക്കളഞ്ഞ എലോൺ മസ്ക് ഇപ്പോൾ ടെസ്ലയുടെ ഏറ്റവും വലിയ ഓണറായി. അങ്ങനെ 2011 ആദ്യമായിട്ട് ബിറ്റ് കോയിൻ ഇറങ്ങിയത്. ആ ബിറ്റ് കോയിൻ ഇറങ്ങിയ പാടെ തന്നെ കുറേ ആൾ വാങ്ങാൻ തുടങ്ങി. ആ ബിറ്റ് കോയിൻ വാങ്ങിയവർ ഇപ്പോൾ വലിയ കോടീശ്വരനായി മാറി. കാരണം ബിറ്റ് കോയിൻ്റെ വില പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ആയി മാറി. ബിറ്റ് കോയിൻ ഉണ്ടാക്കിയത് ആരാ എന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ബിറ്റ് കോയിൻ്റെ ആൾ ഒരു എലോൺ മസ്കിനെ കാട്ടി വലിയ പണക്കാരനാണ്. അയാൾ രഹസ്യമായി ജീവിക്കുന്നത് ജപ്പാനിലാണെന്ന് മാത്രം കണ്ടെത്താൻ ബ്രിട്ടീഷുകാർ ഫ്രീഡമായി മാറിയപ്പോൾ ഇലോൺ മസ്കിൻ്റെ കുടുംബം അവിടെ തന്നെ ആയിപ്പോയി. ഇലോൺ മസ്കിൻ്റെ അച്ചാച്ചൻ വേൾഡ് വാർ 2 പൈലറ്റായിരുന്നു. അങ്ങനെ ഇലോൺ മസ്ക് സൗത്ത് ആഫ്രിക്കയിൽ വളർന്നു. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വിട്ടതോടെ അമേരിക്കയിൽ എത്തിയുള്ള ഇലോൺ മസ്ക് കണ്ടത് പുതിയ ലോകത്തെയാണ്. ആ ലോകത്തിലാണ് ഇലോൺ മസ്കിൻ്റെ പുതിയ ചങ്ങായി വന്നത്. മാർക്ക് സക്കർബർഗ്, ബിൽ ഗേറ്റ്സ്, വാരൻ ബഫറ്റ് അവരെല്ലാം ഇലോൺ മസ്കുമായിട്ട് കമ്പനിയായി. ഇലോൺ മസ്കിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും നല്ല ചങ്ങായിയാണ് ഡൊണാൾഡ് ട്രംപ്, 2025 പ്രസിഡൻറ്റ്. ഇലോൺ മസ്ക് എക്സ് എന്ന കമ്പനിയുടെ ഉടമയായിരുന്നു, x.com. ട്വിറ്ററിനെ വാങ്ങുമെന്ന് ഇലോൺ മസ്ക് കുറേ കൊല്ലമായിട്ട് പറഞ്ഞെങ്കിലും പണ്ട് 2022 ഇലോൺ മസ്ക് വാങ്ങിയത്. കുറേ പ്രാവശ്യം പറച്ചൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇലോൺ മസ്കിൻ്റെ ലക്ഷ്യം മനുഷ്യന്മാരെ വേറെ ഗ്രഹത്തിലേക്ക് താമസിച്ച് മനുഷ്യരാശി രക്ഷിക്കാനാണ്. ഇലോൺ മസ്ക് ആക്ട് ഫോർ ഫിലാൻട്രോപ്പി, ലവ് ഫോർ ഹ്യൂമാനിറ്റി. അങ്ങനെ പറഞ്ഞാൽ മാനവിക വികാസത്തിനും മാനവികതയ്ക്കും വേണ്ടി പോരാടുന്നയാളാണ് എലോൺ മസ്ക്. എലോൺ മസ്ക് അത് മനുഷ്യന്മാർ അത് താമസിപ്പിച്ചില്ലെങ്കിൽ മനുഷ്യന്മാർ എന്തായാലും ഭൂമിയിൽ തന്നെ നശിച്ചു പോകും. കാരണം സൂര്യൻ്റെ ഗ്യാസ് ലിമിറ്റഡ് ആണ്. സൂര്യൻ സൂപ്പർ നോവയായിട്ട് എന്തായാലും ഒരിക്കൽ നശിച്ചു പോകും, അല്ലെങ്കിൽ സൂര്യൻ ഒരു ബ്ലാക്ക് ഹോളായി മാറും. അത് തടയാൻ വേണ്ടിയാണ് ഇലോൺ മസ്ക് വേറെ ഗ്രഹത്തിലേക്ക് മനുഷ്യന്മാർ താമസിപ്പിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ശാസ്ത്രം എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് കഴിയാനാകാത്ത കുറേ കാര്യമുണ്ട്. ഒന്നാമത്തെ ഏറ്റവും കൂടുതൽ തള്ളിക്കളയുന്ന കാര്യമാണ് പാൻസ്പെർമിയ ഹൈപ്പോത്തസിസ് ഞാൻ ഇപ്പം വിശ്വസിക്കുന്ന കാര്യമാണ്. എലോൺ മസ്കും പറഞ്ഞിന് മാർസിൻ്റെ അറ്റ്മോസ്ഫിയറിൽ സീനോൺ എന്ന എലിമെൻറ്റ് കണ്ടുപിടിച്ചതോടെ അതിൻ്റെ സംശയം ഇരട്ടിച്ച്. കാരണം സീനോൺ വെറും ന്യൂക്ലിയർ ടെസ്റ്റിൻ്റെ സമയത്ത് മാത്രമേ ഉണ്ടാവൂ. റഷ്യയും അമേരിക്കയും സോവിയറ്റ് യൂണിയൻ അവർ റോക്കറ്റ് ഉണ്ടാക്കിയപ്പോൾ അവിടെ ന്യൂക്ലിയർ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ആദ്യമായിട്ട് സീനോൺ എന്ന എലിമെൻറ്റ് കണ്ടെത്തിയത്. അതിന് മുമ്പേ സീനോണിൻ്റെ അസ്തിത്വം തന്നെ ഇല്ലായിരുന്നു. അതിൻ്റെ അർത്ഥം മാർസിൽ പണ്ട് ഏറ്റവും ജീവനുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നു. അവർ ന്യൂക്ലിയർ ബോംബിനെ കൊണ്ട് സ്വയം നശിപ്പിച്ചു. ചിന്തിച്ചത് അതോ മനുഷ്യരാശി നശിച്ചു പോയാൽ നമ്മുടെ അസ്തിത്വം തന്നെ ഭാവി നശിച്ചു. ആ ഭാവി തലമുറയെ നശിക്കാതിരിക്കാനാണ് ഏറ്റവും വലിയ കോൺസ്പിറസി തിയറിയാണ് ഈ ഭൂമി കൺട്രോൾ ചെയ്യുന്നത്. റിച്ച് പീപ്പിളിന് വേണ്ടിയിട്ടാണ്. പുവർ പീപ്പിൾ വെറും ടൂളാണ്. അതാണ് നമ്മൾ ഇപ്പോൾ വേൾഡ് വാർ 1 വേൾഡ് വാർ 2 അനുസരിച്ചത്. ഹൂ ഡൈസ് ഇൻ വാർ, റിച്ച് പീപ്പിൾ ഓർ പുവർ പീപ്പിൾ? ഹൂ വാണ്ട്സ് വാർ? റിച്ച് പീപ്പിൾ. ഫോർ ദ ഇൻട്രസ്റ്റ്
ആയുധ കമ്പനികൾക്ക് ആയുധ കമ്പനീൻ്റെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി ആണ് വാർ ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ നഷ്ടത്തിന് വേണ്ടിയിട്ടും സാധാരണക്കാർ ജനസംഖ്യ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുമാണ് ഈ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സിസ്റ്റത്തിനെതിരെ പോരാടാണ് ഈ സിസ്റ്റമാണ് നമ്മൾ മാട്രിക്സ് എന്ന് പറയുന്നത്. ഈ മാട്രിക്സിന് പോരാടാൻ നിങ്ങളെല്ലാവരും സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോടെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇലോൺ മസ്കിൻ്റെ ജീവിതകഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.